ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള സർക്കാർ തല ചർച്ച ഇന്നും തുടരും. ഇന്നലെ മന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയിൽ സംതൃപ്തിയില്ലെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഒരു കമ്മിറ്റിയെ വെക്കുന്നതിനെ കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത്. അതിനെ ഞങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചു. ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം 1000 രൂപയിൽ നിന്നും 7000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല, അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടല്ല. അപ്പോൾ 53 ദിവസമായി സമരം ചെയ്യുന്നു. ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിലും എത്രയോ ദിവസമായി. അപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഈ സമയം വരെ അത്തരത്തിലൊരു ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല. ഇന്ന് 53 ദിവസം സമരം പിന്നിടുകയും 15 ദിവസം സ്ത്രീകൾ ഇങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും മഴയത്തും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പൊ പറയുന്ന ഒരു കമ്മിറ്റിയെ വെക്കാം, IAS ഉദ്യോഗസ്ഥനടക്കമുള്ള ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയാണ്. സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അതേസമയം വിഷയത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രശ്നങ്ങൾ വിശദമായി പഠിക്കാമെന്ന സർക്കാർ നിർദ്ദേശത്തെ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പിന്തുണച്ചു. ഓണറേറിയം കൂട്ടില്ല എന്ന നിലപാട് സർക്കാരിനില്ലെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആശമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശമാരുടെ ട്രേഡ് യൂണിയനുകളുമായിട്ടും സമരം ചെയ്യുന്ന സംഘടന ഉൾപ്പെടെ സംഘടനകളുമായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച നടത്തി. 2 ഘട്ടമായിട്ടാണ് ചർച്ച നടത്തിയത്. അപ്പോൾ പൊതുവിൽ ഈ കാലഘട്ടത്തിൽ ആശമാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അത് വളരെ അനുകൂലമായിട്ടും അനുഭാവപൂർണമായിട്ടുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. വളരെ സ്ട്രക്ചേർഡായിട്ട് പ്രത്യേകിച്ച് ഈ ആശാമാരുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമീപകാലത്തെ മാത്രം ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് ആശമാരുടെ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്ന് ഇപ്പോൾ കുടിശ്ശിക അത് കൊടുത്തു തീർക്കണമെന്നുള്ളത് പറഞ്ഞു. കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് സാധിച്ചു.